പ്രഥമനാദം പ്രണവം പ്രഥമനാദം പ്രതിരൂപം ഗണനാഥം പ്രണവം പ്രഥമനാദം പ്രതിരൂപം ഗണനാഥം. ഈ യോഗത്തിന് സ്വാഗതം പറയുന്നതിനായി ശ്രീ റോബർട്ട്, അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് കമ്മീഷണർ, ആലപ്പുഴയെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷ, നമ്മുടെ പ്രിയങ്കരിയായ ശ്രീ ഉദയ സുകുമാരൻ അവർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മോടൊപ്പം സംസാരിക്കുന്ന കൊല്ലത്തിൻ്റെ കേരളകൗമുദി ബ്യൂറോ ചീഫ് ശ്രീ രാധാകൃഷ്ണൻ അവർ, ആശംസകൾ പറയാനിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മറ്റ് ക്ഷണിതാക്കളായി വന്നിരിക്കുന്ന മകൾ വ്യക്തികളെ, സുഹൃത്തുക്കളെ, മറ്റ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ കൊച്ചു കലാകാരികൾ. നമുക്കറിയാം, വലിയൊരു ഇപ്പം തന്നെ സമയം വളരെയേറെ വൈകിക്കഴിഞ്ഞു. 6:30 മണിക്ക് നമ്മുടെ പ്രോഗ്രാം ഫിക്സ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അരമണിക്കൂറോളം വൈകിക്കഴിഞ്ഞു. എങ്കിലും നമ്മുടെ ഈ തീരദേശത്തിൻ്റെ ഈ ബീച്ചിൻ്റെ ഭാഗം ഓരം പറ്റി ഈ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വരുന്ന ഈ സാഹചര്യത്തിൽ ആഘോഷങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള സമയത്ത് നമ്മുടെ കൊച്ചു കുട്ടികൾ വലിയൊരു ചുവടുവെപ്പ് വിൽക്കുകയാണ്. കാരണം അവരുടെ ഒരു കലാജീവിതം നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പല തരത്തിലും യുവാക്കളും യുവതികളും വഴിതെറ്റി പോകുന്ന ഒരു കാലഘട്ടമാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ഈ കലകളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ആവുന്ന സമയങ്ങളിൽ നമുക്ക് റോഡുകളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല. മലയാള മനോരമയുടെ ഒരു പരമ്പര ഇന്നലെ നമ്മുടെ ചാനലിൽ ആരംഭിച്ചിട്ടുണ്ട്. ചെറിയ വിഷയങ്ങളിൽ കലഹിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ വളർന്നു വരികയാണ്. റോഡിലൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ, നമ്മൾ തന്നെ റോഡിൽ പോകുമ്പോൾ നമ്മുടെ വാഹനത്തിൽ ചെറുതായിട്ടൊന്ന് തട്ടിയാൽ, എന്താ അനിയാ തട്ടിയാന്ന് ചോദിച്ചാൽ, അത് കലഹത്തിലേക്കും കത്തിക്കുത്തിലേക്കും കൊലപാതകത്തിലേക്കും പോകുന്നൊരു സാഹചര്യത്തിൽ നല്ല മനസ്സുകളും നല്ല ചിന്തകളും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. അത് പരമ്പരയായിട്ട് മനോരമ ഇന്നലെ മുതൽ സംപ്രേഷണം ആരംഭിച്ചു. ചെറിയ വിഷയങ്ങളിൽ കലഹിക്കുന്ന കേരളം. എനിക്ക് തലകെട്ടാതെന്ന് തോന്നുന്നു. അപ്പോൾ ആരോടും നല്ല വാക്ക് സംസാരിക്കാൻ പറ്റാത്ത, സ്നേഹത്തിൽ ഒന്ന് ചിരിക്കാൻ കഴിയാത്ത ചെറിയ ചെറിയ വിഷയങ്ങൾ കലഹിക്കുന്ന നാട്ടിൽ നമ്മുടെ കൊച്ചുകുട്ടികൾ, നാളത്തെ ഭാവി തലമുറയിൽ വരേണ്ട കുട്ടികൾ നല്ല മനസ്സിൻ്റെ ഉടമയായി സ്നേഹവും നന്മയും വിതറാൻ പ്രാപ്തരായ കുട്ടികളായി അവരെ എത്തിക്കാനുള്ളൊരു എളിയ ശ്രമമാണ് നമ്മുടെ ഈ ടീച്ചേഴ്സും രക്ഷകർത്താക്കളും എല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 6 പേർ ഇന്ന് ഈ ഒരു വേദിയിൽ അവരുടെ ആദ്യ അരങ്ങേറ്റം നൃത്തച്ചുവടുകൾ ഇവിടെ സമർപ്പിക്കുന്നത്. അതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും മൊത്തത്തിൽ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പരിപാടിയെ അധ്യക്ഷയായിട്ടിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ ശ്രീ ഉദയ സുകുമാരൻ അവർകളാണ്. ഡോക്ടർ, മുൻ തങ്കശ്ശേരി വാർഡ് കൗൺസിലർ കൂടിയാണ്. നമുക്കറിയാം, സുകുമാരൻ ചേട്ടൻ്റെ പേര് പറയുമ്പോൾ തന്നെ കരിമാലിൽ സുകുമാരൻ ചേട്ടൻ എന്നറിയപ്പെടുന്നത് ആ വീട്ടുപേര് കൊണ്ട്, ആ നാമം കൊണ്ട് ഒരു സ്ഥലത്തെ മുഴുവൻ, ഒരു ജില്ലയെ മുഴുവൻ മനസ്സിൽ ഓർമ്മിക്കത്തക്ക പ്രവർത്തന മികവ് കാഴ്ചവെച്ച അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷ. എന്തുകൊണ്ടും ഈ പരിപാടിക്ക് അർഹരായ ഒരു വ്യക്തി തന്നെയാണ് ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ശ്രീമതി ഉദയ സുകുമാരനെ ആ നന്മയുടെ എനിക്കൊന്ന് ആ പ്രദേശത്തെ റോഡിൻ്റെ പേര് തന്നെ കരിമാൽ സുകുമാരൻ റോഡ് തന്നെയാണ്. അപ്പോൾ മനസ്സിൽ പതിയുന്ന ചിത്രമുള്ള ഈ പരിപാടിക്ക് മാഡത്തെ തന്നെ കിട്ടിയത് വലിയൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. ഈ പരിപാടിയിലേക്ക് എല്ലാ തരത്തിലും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ രാധാകൃഷ്ണൻ അവർ കേരളകൗമുദി കൊല്ലം ബ്യൂറോ ചീഫാണ്. കേരളകൗമുദിക്ക് ഒരു പാരമ്പര്യമുണ്ട്. ചില കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടെ. പണ്ട് കേരളകൗമുദിയിൽ ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, സൺഡേ മാഗസിൻ. ചെറിയൊരു ബുക്ക്ലെറ്റായിട്ട് ഇറക്കുന്നൊരു മാഗസിനാണ്. അതിനകത്ത് കുറേ കവിതകളും ഒരു ടാബ്ലോയിഡ് ടൈപ്പിലുള്ള ചെറിയൊരു പുസ്തകമാണ്. കഥകളും കവിതകളൊക്കെ കൊണ്ട് നിറയുന്ന ചെറിയ ഞായറാഴ്ചകൾ നമ്മൾ ആകാംക്ഷയോടെ മനോരമയുടെ സപ്ലിമെൻറ്റ് കാത്തിരിക്കുന്ന പോലെ ഈ കൈപ്പുസ്തകം നമ്മൾ കാത്തിരിക്കുമായിരുന്നു.
അപ്പോൾ അത്തരത്തിലൊരു പാരമ്പര്യം കലയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന ഒരു സപ്ലിമെൻ്റാണ് ഞായറാഴ്ചകൾ പണ്ട് കേരള കൗമുദിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ശരിക്കും ചില വാർത്തകൾ സത്യസന്ധമായിട്ട് എല്ലാ വാർത്തകളും എല്ലാ പത്രങ്ങളും ഇപ്പോൾ നന്നായിട്ട് എഴുതുന്നു നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും കേരള കൗമുദി ചില വാർത്തകൾ നെഞ്ചു നിവൃത്തിക്കൊണ്ട് ധൈര്യമായിട്ട് ഇപ്പോഴും വിളിച്ചു പറയുന്ന പത്രങ്ങളുടെ മുന്നിലാണ് കേരള കൗമുദി. കേരള കൗമുദിയുടെ ഈ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നിരിക്കുന്ന ശ്രീ രാധാകൃഷ്ണൻ അവരുകളെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആശംസകൾ അർപ്പിക്കാതിരിക്കുന്ന ശ്രീ KP രാമചന്ദ്രൻ നായർ അവർ റോട്ടറി ക്ലബിൻ്റെ ഈ ഒരു വേദി നമുക്ക് വേണ്ടി ലാസ്റ്റ് സമയത്താണ് കിട്ടിയത്. ഈ വേദിക്ക് വേണ്ടി നമുക്ക് സഹായങ്ങളെല്ലാം ചെയ്തു തന്ന് കൂടെയുള്ള റോട്ടറി ക്ലബിൻ്റെ ഭാരവാഹികളാണ്. തീർച്ചയായിട്ടും അവരൊരു കുടുംബത്തെ അവരുടെ പരിപാടിയായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം റോട്ടറി ക്ലബിൻ്റെ ഒരുപാട് ഭാരവാഹികൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. വരുന്ന ആൾക്കാരെ ക്ഷണിക്കാനും വിളിച്ചിരുത്താനും അവർക്കുള്ള സൽക്കാരങ്ങൾക്കെല്ലാം മുന്നിൽ നിൽക്കുന്ന റോട്ടറിയുടെ ഏറ്റവും വലിയ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മഹൽ വ്യക്തിയാണ് ശ്രീ KP രാമചന്ദ്രൻ നായർ. അതേ റോട്ടറിയുടെ 3211 പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ കൊല്ലത്തിൻ്റെയാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ S കൃഷ്ണകുമാർ അസിസ്റ്റൻറ്റ് എക്സൈസ് കമ്മീഷണർ കൊല്ലം, അദ്ദേഹം എത്തിച്ചേരും. കൊല്ലത്തിൻ്റെ അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ് അദ്ദേഹം. എൻ്റെ ബാച്ച്മേറ്റും സുഹൃത്തുമൊക്കെയാണ് അദ്ദേഹം. ഈ ക്രിസ്മസിൻ്റെ ഒരു പ്രത്യേക പരിശോധനയായിട്ട് ബന്ധപ്പെട്ട് ചെക്ക് പോസ്റ്റിൽ പോയി അച്ചൻകോവിൽ ആര്യങ്കാവ് ഭാഗത്ത് പോയിരിക്കുകയാണ്. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മിക്കവാറും 8 മണിക്കകം എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി എന്നോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം വരും എന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹത്തിൻ്റെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ നിസാമുദ്ദീൻ കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡൻ്റാണ്. അദ്ദേഹം നമുക്കറിയാം ഓൺലൈൻ മാധ്യമങ്ങൾ ഓൺലൈൻ ഈ വ്യവസായങ്ങളൊക്കെ വന്നപ്പോഴേക്കും വലിയൊരു പ്രശ്നത്തിലാണ് ഈ ചെറുകിട വ്യവസായ മേഖലകൾ. എന്നിരുന്നാലും അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ നസ്രുദ്ദീൻ അവർകളെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ശ്രീ ശ്രീനിവാസൻ റോട്ടറി 3211 പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ കൊല്ലം, അദ്ദേഹവും ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ റോട്ടറി ക്ലബ്ബ് നമ്മുടെ ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനുവേണ്ടി സ്ഥലവും സന്ദർഭവും എല്ലാം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ശ്രീ ശ്രീനിവാസൻ അവർകളെയും ഈ പരിപാടിയിലേക്ക് ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ശ്രീ സന്തോഷ് കുമാർ PRO മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഈ പരിപാടിയുടെ ആദ്യം മുതൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മാനസികമായിട്ടും മറ്റും എല്ലാം സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ സന്തോഷ് കുമാർ PRO, അവരാണ് നമുക്ക് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ. ഇതിൻ്റെ സതീശൻ ചേട്ടൻ പോയി നമ്മുടെ ഈ ടീച്ചറുടെ അച്ഛൻ പോയി അവരെ സമീപിക്കുമ്പോൾ ചേട്ടാ ചെയ്തുകൊള്ളൂ, പരിപാടി ചെയ്തുകൊള്ളൂ, എന്തെന്ന് വെച്ചാൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തുകൊള്ളൂ എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് എല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ PRO ആണ് ഈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. അവരുടെ സ്വർണം പോലെ തന്നെ ശുദ്ധമായ അവരുടെ മനസ്സിന് നന്മയ്ക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ജോയി ആലുക്കാസ് നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ അംഗം തന്നെയാണ്. ജോയി ആലുക്കാസ് കാരണം കൊല്ലത്ത് വന്ന ശേഷം ജോയി ആലുക്കാസിൻ്റെ ഒരു സ്ഥാനം വളരെ വലുതാണ്. എല്ലാ പരിപാടിക്കും ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ജോയി ആലുക്കാസ് ചെയ്തു വരുന്നുണ്ട്. ഈ പരിപാടിക്ക് നമ്മളുമായിട്ട് വളരെ വ്യക്തിപരമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിക്കൊരു വലിയ വ്യക്തിബന്ധമുള്ളതാണ് PRO ഈ വിശ്വേശ്വരൻ പിള്ള അവർകളും ശ്രീ അരുൺ എന്നൊക്കെ പറഞ്ഞ സുഹൃത്തുക്കൾ എൻ്റെയും കൂടെ സുഹൃത്തുക്കളാണ്. ഒരു ദിവസം ഇങ്ങനെ പർച്ചേസിങ്ങോട്ട് പോയപ്പോൾ ക്ഷണിച്ചാണ് അവർ ചെയ്യാൻ വേണ്ടി ഒരു പരിപാടിയുണ്ട്, വരണം, സമയം കിട്ടും. അപ്പോൾ ഇന്ന് രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് പരിപാടിക്ക് വരിക മാത്രമല്ല ഇവിടുത്തെ ടീച്ചറെ, ഈ പഠിപ്പിച്ച ടീച്ചറെ ഞങ്ങൾ ആദരിക്കുക കൂടി ചെയ്യും എന്ന് പറഞ്ഞ് ഈ പരിപാടിയിലേക്ക് അദ്ദേഹം സ്നേഹപൂർവ്വം വന്നു എന്നുള്ളതാണ് വലിയൊരു പ്രാധാന്യം. അദ്ദേഹത്തെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നന്ദി പ്രകാശിപ്പിക്കാനുള്ള ശ്രീ രുദ്ര സതീശൻ അവർകൾ, പിന്നെ അവരാണ് ഈ കുട്ടികളെ എല്ലാം ട്രെയിൻ ചെയ്ത് എനിക്ക് 4-5 വർഷം കൊണ്ട് തന്നെ വലിയ ഒരു പഠനമാണ്. അവരുടെ ടീച്ചറും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് കുറേ വർഷങ്ങൾ 4-5 വർഷം കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ട എല്ലാവിധ ചടങ്ങുകൾക്കെല്ലാം ചിലങ്ക കെട്ടുന്നത് മുതൽ അരങ്ങത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു വിവാഹ വേദിയിലേക്ക് എത്തിക്കുന്ന പോലെ തന്നെ വലിയൊരു വ്രതം പോലെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് വളരെ അനുഷ്ഠാനം പോലെ ഏറ്റെടുത്ത് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് അവരെ പഠിപ്പിച്ച് ഏറ്റെടുക്കുന്ന ഇവിടെ വരെ എത്തിച്ച ശ്രീ രുദ്ര സതീശൻ അവർകളെ നന്ദി പ്രകാശിപ്പിക്കുന്നവരെയും ഈ പരിപാടിയിലേക്ക് ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതാണ് നമ്മുടെ പ്രസിദ്ധിയായ ശ്രീ ചിത്ര, അവർ സീരിയൽ ആർട്ടിസ്റ്റാണ്. പല സിനിമകളിലും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കൊന്ന് സിനിമകളിലൊക്കെ അഭിനയിച്ചെന്ന് തോന്നുന്നല്ലേ, 1-2 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സീരിയലാണ് പ്രധാന മേഖല. എനിക്ക് തോന്നുന്നു സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സിനിമാക്കാരെ അറിയിക്കുന്നതിനേക്കാളും കൂടുതൽ സീരിയൽ ആർട്ടിസ്റ്റുകളാണ് കൂടുതൽ ആൾക്കാരും അറിയപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ സീരിയലിൻ്റെ പ്രാധാന്യം കൂടി വരുന്നു. അത് നല്ലൊരു കലാമേഖല തന്നെയാണ്. അപ്പോൾ ഈ പരിപാടിക്കും മാഡം എത്തിച്ചേർന്നിരിക്കുകയാണ് ശ്രീ ചിത്ര, അവരെയും ഈ ഒരു പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ മറ്റ് ഈ പരിപാടി ആസ്വദിക്കാൻ എത്തിച്ചിരിക്കുന്ന ഞങ്ങൾ ക്ഷണിച്ചും അല്ലാതെയൊക്കെ എത്തിയിരിക്കുന്ന
എൻ്റെ എക്സൈസിലെ കുറേ സുഹൃത്തുക്കളുണ്ട്, മറ്റ് സുഹൃത്തുക്കളുണ്ട്, റോട്ടറി ക്ലബിൻ്റെ ആൾക്കാരുണ്ട്, ഈ അരങ്ങേറുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളുണ്ട്, ഈ പ്രദേശത്തുള്ള നല്ലവരായ ആൾക്കാരുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി ശ്രീ ഉദയ സുകുമാരൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. ബഹുമാന്യരെ, ഒരു അധ്യക്ഷ പ്രസംഗം ഇവിടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം സമയം 6:30 നടത്താനിരുന്ന പരിപാടിക്ക് ഇത്രയും താമസം വന്നിരിക്കുകയാണ്. എങ്കിലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആളുകൾക്ക് ഇവിടെ സ്വാഗതം പറഞ്ഞു. എങ്കിലും ഞാൻ അവരെ ഒന്നുകൂടെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മീറ്റിംഗ് ഏകദേശം ഒരു 15 മിനിറ്റിനകത്ത് അവസാനിപ്പിക്കാം എന്ന് കരുതുകയാണ്. അങ്ങനെയാകട്ടെ. അപ്പോൾ ഇവിടെ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ കേരള കൗമുദിയുടെ ബ്യൂറോ ചീഫായ രാധാകൃഷ്ണൻ സാർ, അതേപോലെ ഇവിടെ സ്വാഗതം പറഞ്ഞ റോബർട്ട് അവറുകൾ, അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് കമ്മീഷണറാണ് ആലപ്പുഴയുടെ. അത് 2-3 പ്രാവശ്യം പറയുമ്പോൾ നമുക്കിവരെ നല്ലതുപോലെ പരിചയമാകും. അതിനുവേണ്ടി മാത്രമാണ്, കൂടുതലൊന്നും ഞാൻ പ്രസംഗിക്കുകയില്ല. പിന്നീട് ആശംസ പറയാൻ എത്തിയിരിക്കുന്ന KP രാമചന്ദ്രൻ നായർ അവറുകൾ, അദ്ദേഹം റോട്ടറിയുടെ 3211 പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ കൊല്ലം ആണ്. അതേപോലെ ശ്രീ കൃഷ്ണകുമാർ അവറുകൾ, അസിസ്റ്റൻ്റ് എക്സൈസ് കമ്മീഷണർ കൊല്ലം അല്ലേ? അദ്ദേഹം എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടില്ല. എങ്കിലും പിന്നെ നിസാറുദ്ദീൻ, കേരള സ്റ്റേറ്റ് ചെറുകിട വ്യവസായ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ്, അതേപോലെ ശ്രീനിവാസൻ അവറുകൾ, റോട്ടറി. ഈ ഒരു വലിയ സംരംഭം തീർച്ചയായിട്ടും രുദ്രയ്ക്ക് അഭിമാനിക്കാനുള്ളതാണ്. രുദ്രയുടെ കഴിവും കാര്യങ്ങളുമൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഡാൻസിൽ നിലനിൽക്കുകയാണ്. അവൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാന്യനായ രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുകയാണ്. ഇത്രയും ആദരണീയയായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ എൻ്റെ ഒരു അധ്യാപിക കൂടിയാണ്, ഡോക്ടർ ഉദയ സുകുമാരൻ. അതേപോലെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. വേദിയിൽ സദസ്സിലുമിരിക്കുന്ന ബഹുമാന്യരെ, റോട്ടറി ക്ലബിൻ്റെ ഭാരവാഹികളെ, ഇവിടെ എത്തിയിട്ടുള്ള രക്ഷകർത്താക്കളെ, കൊച്ചുകുട്ടികളെ, എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഇത്തരം ഒരു ചടങ്ങിൽ അതിൻ്റെ ഉദ്ഘാടകനായി എന്നെ ക്ഷണിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ കലയുമായി ആഭിമുഖ്യമുള്ള ആളാണ്, പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയുള്ള ആളല്ല. ഞാൻ കേരള കൗമുദിയുടെ ഒരു എഡിറ്ററാണ്. അപ്പോൾ പത്രപ്രവർത്തകർ എന്നുള്ള രീതിയിൽ ഇതൊക്കെ കുറേയൊക്കെ അറിയാമെന്നല്ലാതെ ആധികാരികമായിട്ടൊന്നും എനിക്ക് പറയാൻ ഇതിനെക്കുറിച്ച് അറിയില്ല. കാര്യം വേറെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. ഞാൻ 1984 സബ് എഡിറ്ററായിട്ടാണ് കേരള കൗമുദിയിൽ എത്തിയത്. 84 അന്ന് ഞാൻ ഇതേപോലെയുള്ള കുറേ ചടങ്ങുകൾ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. പിന്നീട് ഓരോ ചുമതലകൾ വരുമ്പോൾ ആ ചുമതല മാത്രം നിർവഹിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്തത് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല, അത്രയും പഴക്കമുണ്ട്. എന്നാലും നിങ്ങളെയൊക്കെ ഈ നൃത്തം പഠിപ്പിച്ച രുദ്രയെക്കുറിച്ച് അവരെ അഭിനന്ദിക്കുന്നതിന് ഒരു മിനിറ്റ് ഞാൻ ഉപയോഗിക്കുകയാണ്. കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ മുതൽ എനിക്ക് നല്ല പരിചയമുള്ളതാണ്. അവർക്ക് ഈശ്വരീയമായ കഴിവാണുള്ളത്.
അത് വളർത്തിക്കൊണ്ടുവരുവാൻ അതിൻ്റെ അച്ഛനും അമ്മയും നടത്തുന്ന പരിശ്രമം എത്ര പറഞ്ഞാലും അവരെ ഒന്ന് അഭിനന്ദിച്ചാലും മതിയാകില്ല, അത്രയും വലുതാണ്. അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ കുട്ടികളെ ഈ കല അഭ്യസിപ്പിക്കുകയാണ് നിങ്ങൾ. സാധാരണ ഒരു അരങ്ങേറ്റം കഴിഞ്ഞാൽ അരങ്ങേറ്റം വരെ അതിൻ്റെ കൂടെ രക്ഷകർത്താക്കളൊക്കെ കൂടെ ഉണ്ടാകും. അരങ്ങേറ്റം കഴിഞ്ഞാൽ ആ ഒരു ഉത്സാഹം പിന്നീട് നമ്മുടെ രക്ഷകർത്താക്കൾക്കുണ്ടോ, ഈ കുട്ടികൾക്ക് പിഞ്ചോമനകൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിൽ ചിലരൊക്കെ വരുന്നുണ്ടാകും. പിന്നീട് ആ ഒരു ഉത്സാഹം അതിന് ശേഷം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഒരു 50% അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ കല അഭ്യസിക്കുവാനുള്ള മാനസികാവസ്ഥയുണ്ടായിട്ട് ആ കുട്ടികൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മുഹൂർത്തമാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. അത് എൻ്റെ ഒരു അഭ്യർത്ഥന, അത് തുടരാൻ, ഈ അഭ്യാസം കൊണ്ട് മാത്രമേ അവർക്ക് ഇതിൽ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അഭ്യാസം ഉണ്ടാകണം, നിരന്തര അഭ്യാസം. അതിന് കുട്ടികൾക്ക് അങ്ങനെ തുടരാനുള്ള ഒരു മാനസികമായ അവസ്ഥ നിങ്ങൾ നൽകണം. കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ കൊച്ചുകുട്ടികളാണ്, 5ാം ക്ലാസ്സിൽ പഠിച്ചു, 6ാം ക്ലാസ്സിൽ പഠിച്ചു, അവർക്ക് പഠിക്കാനുണ്ട്, 10ാം ക്ലാസ്സിലാകുമ്പോൾ ട്യൂഷന് പോകണം, +2-നാകുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കരുതെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. കാരണം ഈ കല നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. കാരണം ഇതിന്നും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന്, വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ അവർ വിദ്യ അഭ്യസിക്കുന്നവരാണ്. അവരുടെ IQ ലെവലെന്ന് പറഞ്ഞാൽ ഏതാണ്ട് നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ IQ ലെവൽ. നമുക്കറിയാം, അവർ പഠിച്ച് വരുമ്പോൾ 100-ന് 100% മാർക്കും വാങ്ങിയൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ എക്സൈസിൽ ജോലിയുള്ള സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മുടെ ഇന്ന് സമൂഹത്തിൽ എന്താണ് നടക്കുന്നത്? എന്തിനും എടുത്തുചാട്ടവും ബഹളവും. ഇപ്പം ഒരു വണ്ടി തട്ടിയാൽ അത് എന്തുകൊണ്ടാണ് മകനെ അത് അങ്ങനെ നിനക്ക് ചൊവ്വേ നേരെ ഓടിച്ചൂടെന്ന് പറഞ്ഞാൽ അവനെ വെട്ടുകയാണ്. അങ്ങനെ ചോദിച്ച മുതിർന്നവരാണോ? അങ്ങനെ നമുക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സമൂഹത്തിൽ അവരുടെ EQ ലെവൽ, അതായത് ഇമോഷണൽ കോൺഷ്യൻ്റ് പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. എന്ത് പറഞ്ഞാലും ദേഷ്യം, വഴക്ക്, വീടുകളിലായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇമോഷണൽ കോൺഷ്യൻ്റ് സ്റ്റേബിളാകാൻ, അല്ലെങ്കിൽ അത് ബെറ്ററാകാൻ നമുക്ക് എന്ത് മാർഗമുണ്ട്? നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നൊന്നും അതുണ്ടാകുന്നില്ല. ബുദ്ധിമാന്മാരാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ കുട്ടികൾ. ബുദ്ധിമാന്മാരാണെന്ന് പറഞ്ഞ് ബുദ്ധി ഉണ്ടെന്ന് പറയുന്നതല്ലാതെ അവർക്ക് എന്ത് ബുദ്ധിയാണുള്ളത്? ഞാൻ ആരെയും വിമർശിക്കുകയല്ല. ഈ സമൂഹത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഉന്നതരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന്. അവരുടെ ജീവിതം നിങ്ങൾ വ്യക്തിപരമായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നിർണായകമായ ഒരു തീരുമാനമെടുക്കേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ തീരുമാനമെടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവരുടെ കാല് ഇടറുകയാണ്. ഗവൺമെൻറ് തലത്തിലായാലും ഏത് തരത്തിലായാലും നിങ്ങൾ വ്യക്തിപരമായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അവർക്ക് ബുദ്ധിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അവർ ഉന്നത നിലവാരത്തിലെത്തിയിരിക്കുകയാണ്. വലിയ ആളുകളാണ് ആത്മഹത്യയ്ക്കുമൊക്കെ പുറപ്പെടുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങളാണ്. നിങ്ങൾ ഈ ചരിത്രം അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഒരു അപഗ്രഥന രൂപേണ നിങ്ങൾ ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാകാത്തത്. ഈ ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്കൊന്നുമില്ല. മെമ്മറി മാത്രം അവർക്ക് വർദ്ധിച്ചു വരികയാണ്. മെമ്മറി വികസിക്കുന്നുണ്ട്. ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും നമ്മുടെ സമൂഹം ഇന്ന് മറന്നിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയേണ്ട സന്ദർഭങ്ങളിൽ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാത്ത സന്ദർഭങ്ങൾ വരുമ്പോൾ അപ്പോൾ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞു തരണം. അതിനെയാണ് ബുദ്ധി എന്ന് പറയുക. നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ആ ബുദ്ധിയുണ്ടോ? +2 കഴിഞ്ഞാൽ എൻജിനീയർ ആകണമോ ഡോക്ടറാകണോ എന്ന് ഒന്നുകിൽ നമ്മുടെ അച്ഛൻ പറയണം, അമ്മ പറയണം. അമ്മയുടെ നിർബന്ധമനുസരിച്ച് അവർ പഠിക്കാൻ പോകും, അല്ലെങ്കിൽ അച്ഛൻ്റെ നിർബന്ധമനുസരിച്ച് പഠിക്കാൻ പോകും, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ നിർബന്ധമനുസരിച്ച് പഠിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല.
അതാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നതാണ് ബുദ്ധി. അങ്ങനെ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം, ഉള്ളിലിരുന്ന് സ്വയം ഉണ്ടാകണം. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകാത്തത്? നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ നിന്ന് അവർക്ക് ഇന്നത് +2 കഴിഞ്ഞാൽ എനിക്ക് ഇന്നത് പഠിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു കുട്ടിയും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ല. കാര്യം എന്താ? തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു നോക്കൂ. ഉന്നത നിലവാരത്തിലിരിക്കുന്ന ഓരോ വ്യക്തികളും എടുക്കുന്ന തീരുമാനങ്ങളെന്ന് പറഞ്ഞാൽ ശരിയായ തീരുമാനങ്ങളല്ല പലരും എടുക്കുന്നത്. വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ ബുദ്ധിവികാസം അവർക്ക് ഉണ്ടാകുന്നില്ല. ഉന്നത മാർക്ക് വാങ്ങുന്നുണ്ട്, എല്ലാത്തിനും നല്ല രീതിയിൽ വിജയിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ബുദ്ധിവികാസമില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ബുദ്ധി വികസിക്കുന്നതിനുള്ള ഒരു സമ്പ്രദായവും നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇല്ല. അതേപോലെ ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതേ തരത്തിൽ കലാവാസനകളുള്ള ഈശ്വരീയമായ കഴിവാണത്. അത് വളർത്തിക്കൊണ്ട് വരുന്നവരുടെ EQ ലെവലും CQ ലെവലും IQ ലെവലും ബെറ്റർ ആകുന്നതായിട്ടാണ് ഈ അടുത്തിടെ നടത്തിയ പഠനങ്ങൾ പറയുന്നത്. അതായത് അവരുടെ ക്രിയേറ്റീവ് ഇപ്പം നമ്മൾ വലിയ വലിയ ഉദ്യോഗത്തിനൊക്കെ പോയാൽ അവർ ഇപ്പം IQ ലെവലൊന്നും നോക്കുന്നില്ല. അവരെല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങി വരികയാണ്. അവർ ക്രിയേറ്റീവ് ആണോ? ക്രിയേറ്റീവ് കോൺഷ്യൻ്റ് എങ്ങനെയുണ്ട്? അതേപോലെ അവരുടെ ഇമോഷണൽ കോൺഷ്യൻ്റ് എങ്ങനെയാണ്? ബെറ്റർ ആണോ, സ്റ്റേബിൾ ആണോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അത് ചോദിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂവിനൊക്കെ പോയാൽ അത് വളരെ പ്രധാനമായിട്ട് അതെങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? ഒരു മാർഗവുമില്ല. പക്ഷേ ഈ കലാവാസനയുള്ളവർ, കലയ്ക്ക് വേണ്ടി അവർ സമയം ചിലവഴിക്കുന്നവർ സ്വാഭാവികമായിട്ട് തന്നെ അവരുടെ CQ ലെവലും IQ ലെവലും എല്ലാം ബെറ്റർ ആകുന്നതായിട്ടാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അവരുടെ CQ ലെവലും ക്രിയേറ്റീവ് കോൺഷ്യൻറ്റും അതേപോലെ ഇമോഷണൽ കോൺഷ്യൻറ്റും ബെറ്റർ ആകുന്നുണ്ട്, ഇമോഷണൽ കോൺഷ്യൻറ്റ് സ്റ്റേബിൾ ആകുന്നുണ്ട് എന്ന് പഠനം തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കുട്ടികളെ ഒരിക്കലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കരുത്. ഇതുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അവർക്ക് ഇഷ്ടമുള്ളതാണ് നിങ്ങൾ സ്വീകരിച്ചതെങ്കിൽ, അവർ സ്വീകരിച്ചതെങ്കിൽ അതിന് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കണം. കാര്യം നമ്മുടെ കുട്ടികൾക്കൊന്നും നമ്മൾ ആരാണെന്നറിയില്ല, ആ കുട്ടികൾ ആരാണെന്നറിയില്ല. ഈ കുട്ടി, നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ആ കുട്ടി ആരാണെന്ന് കുട്ടിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കുട്ടിയുടെ അച്ഛന് നല്ല പരിചയമുണ്ട്, അമ്മയെ നല്ല പരിചയമുണ്ട്, സഹോദരങ്ങളെ പരിചയമുണ്ട്, കൂട്ടുകാരെ നല്ലവണ്ണം അറിയാം. പക്ഷേ ആ കുട്ടിക്ക് കുട്ടിയെക്കുറിച്ച് അറിയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അറിയണമെങ്കിൽ പരിചയം വേണം. അച്ഛനുമായിട്ട് നല്ല പരിചയമുള്ളതുകൊണ്ട് അച്ഛൻ എന്താണ്, അച്ഛൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണെന്ന് ആ കുട്ടിക്ക് അറിയാൻ പറ്റും. അതുപോലെ അമ്മയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണെന്ന് ആ കുട്ടിക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. സുഹൃത്തുക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റുന്നത്. കാര്യം എന്താണ്? അവരോട് പരിചയമുള്ളത് കൊണ്ടാണ്, അവരോട് നല്ല അടുപ്പമുള്ളത് കൊണ്ടാണ്. പക്ഷെ ആ കുട്ടിയുടെ ഇഷ്ടാനിഷ്ടം എന്താണെന്ന് ആ കുട്ടിക്ക് അറിയാൻ പറ്റുന്നില്ല. കാര്യം എന്താണ്? അവനെക്കുറിച്ച് അറിയില്ല, പരിചയമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മുടെ കുട്ടികൾക്ക് ആ കുട്ടി ആരാണ്, ആ കുട്ടി എന്താണ്, ആ കുട്ടിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണെന്ന് അറിയാനേ പറ്റുന്നില്ല. നിങ്ങൾ പറഞ്ഞാലേ കിട്ടുകയുള്ളൂ. അച്ഛൻ്റെ ഒരു ബർത്ത്ഡേക്ക് ആ കുട്ടിയോട് പറഞ്ഞാൽ അച്ഛന് ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് കൊടുക്കുക ആ കുട്ടി. മനസ്സിലായില്ല? കാര്യം എന്താണ്? ആ അച്ഛനെ നല്ല പരിചയമുള്ളതുകൊണ്ടാണ്, അമ്മയെ നല്ല പരിചയമാണ്, ആ വീട്ടിലുള്ള എല്ലാവരെയും നല്ല പരിചയമാണ്. സ്കൂളിൽ പോയാൽ, കോളേജിൽ പോയാൽ കുട്ടികളുമായിട്ട് നല്ല പരിചയം. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഈ കുട്ടിക്ക് അറിയാം. പക്ഷേ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇഷ്ടാനിഷ്ടം അറിയാൻ പറ്റുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആരാണ്, ആ കുട്ടി ആരാണെന്ന് ആ കുട്ടി അറിയുന്നില്ല. അതിനു വേണ്ടിയുള്ള അത് നമുക്കറിയാൻ പറ്റും. ഇതേപോലെയുള്ള ധ്യാനത്തിൽ ഇരുന്ന് ഏകാന്തമായിരിക്കുന്ന ഈ കലാവാസനകൾ ഉള്ള കുട്ടികളെ അതിൽ പ്രോത്സാഹിപ്പിച്ചാൽ അവരെ പരിചയപ്പെടാൻ പറ്റും. അങ്ങനെ അവർക്ക് ഈ മത്സര ലോകത്ത് ഉന്നതങ്ങളിലെത്താൻ കഴിയും. അതിന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ഡോക്ടർ ഉദയ സുകുമാരൻ അവർകൾ, വേദിയിലുള്ള ബഹുമാന്യരായിട്ടുള്ള വ്യക്തികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ശ്രീ രാജു പറഞ്ഞതനുസരിച്ച് ഏകദേശം ഇന്ന് 6 കുട്ടികളാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. 16 കുട്ടികളുടെ നൃത്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അവർ 11 മണി തൊട്ട് ഒരുങ്ങി ഡാൻസ് കളിക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. ഈ അവസരത്തിൽ ദീർഘമായ ഒരു പ്രസംഗത്തിനുള്ള അവസരമല്ല എന്ന് ഞാൻ കരുതുകയാണ്.
കാരണം നിങ്ങളെല്ലാം ആ കുട്ടികളുടെ ഡാൻസ് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, ഞങ്ങളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയല്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ വളരെ സന്തോഷമുണ്ട്. എന്നെ ഈ ചടങ്ങിന് വിളിച്ച ഇതിൻ്റെ സംഘാടകനായിട്ടുള്ള ശ്രീ രാജുവും അതുപോലെ തന്നെ ബാക്കി എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കരുമാളി ശ്രീ നടരാജ നൃത്ത വിദ്യാലയം, ഞാൻ അറിഞ്ഞത് ശ്രീമതി രുദ്ര എന്ന നൃത്ത അധ്യാപികയുടെ ശിഷ്യത്തിലാണ് ഈ കുട്ടികളെല്ലാം അഭ്യസിക്കുന്നത്. കൊച്ചു കുട്ടികളാണ്. നമ്മുടെ നാടിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നൃത്തവും സംഗീതവും. നമുക്കതിനെ പരിപോഷിക്കണം. ഇന്ന് ഈ അരങ്ങേറുന്ന കുട്ടികൾ ഭാവിയിൽ നല്ല നർത്തകരായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ചടങ്ങ് സംഘടിപ്പിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ കുട്ടികളുടെ അരങ്ങേറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ ശ്രീമതി ഉദയ സുകുമാരൻ ടീച്ചർ, ഇവിടെ അതേപോലെ തന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, ദൈവദത്തമായ ഒരു കഴിവ് കിട്ടിയ രുദ്ര ടീച്ചറുടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ 6 കുട്ടികൾ ഇവിടെ അരങ്ങേറ്റം കുറിക്കുകയാണ്. ആ കുട്ടികൾക്ക് തീർച്ചയായിട്ടും നാളെ വിഷു അറിയുന്ന കലാകാരികളായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ ഡോക്ടർ ഉദയ സുകുമാരൻ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, വളരെ സന്തോഷമുണ്ട് കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. കാരണം ഞാൻ പല വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഈ അരങ്ങേറ്റം എന്ന പരിപാടിയിലേക്കുള്ള ഈ സ്റ്റേജിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. ഞാൻ അതിന് രാജുവിന് എല്ലാവിധ നന്ദി ഈ അവസരം അറിയിച്ചോളുന്നു. ഇന്ന് പങ്കെടുക്കാൻ പോകുന്ന 6 കുട്ടികൾക്ക്, ഈ അരങ്ങേറ്റ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്ന 6 കുട്ടികൾക്ക് നല്ലൊരു ഭാവി അവർ സ്കൂൾ തലത്തിലായാലും കോളേജ് തലത്തിലായാലും സ്റ്റേറ്റ് ലെവൽ തലത്തിലായാലും ശോഭിക്കട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷ ഉദയ സുകുമാരൻ അവറുകളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മഹവ്യക്തികളെ, ഇന്നിവിടെ അരങ്ങേറാൻ പോകുന്ന 6 കുട്ടികളുടെ എല്ലാ അരങ്ങേറ്റങ്ങൾക്കും ആദ്യമേ തന്നെ ഞങ്ങളുടെ മലബാർ ഗോൾഡിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ രാജകൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ, ഈ അരങ്ങേറ്റം കൊണ്ട് അത് അവസാനിപ്പിക്കരുത്. സാറിനൊക്കെ ഇതിൽ കാണുന്നതെല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും കുട്ടികളുടെ അടുത്ത് പറയും ഇനി ഡാൻസിനൊന്നും പോകണ്ട, പഠിക്കാൻ പറയും. അങ്ങനെ അവിടെ വെച്ച് അതങ്ങ് നിർത്തുകയാണ് ഡാൻസിൻ്റെ കാര്യം. അങ്ങനെയാണ് സംഭവിക്കുന്നതല്ല. പണ്ടും പറയാറുണ്ട്, ഈ കലാപരമായും കായികപരമായും കഴിവുള്ളവർക്ക് ക്ഷമ അല്പം കൂടുതലാണെന്നാണ് പറയുന്നത്. കാര്യം ശരിയാണ്, സംഗതി ശരിയാണ്, അവർക്ക് ക്ഷമ അല്പം കൂടുതലുണ്ട്. അപ്പോൾ അത് നല്ലത് തന്നെയാണത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അഭ്യർത്ഥന മാത്രം ഞാൻ അറിയിക്കുകയാണ്. സാറ് പറഞ്ഞതുപോലെ അത് രക്ഷകർത്താക്കൾ അത് തീരുമാനിക്കണം, അല്ല തീരുമാനമെടുക്കണം. നാളെ ഇന്ന് അരങ്ങേറുന്നവർ നാളെ ഒരു കലാതിലകവും കലാപ്രതിഭകളുമായി തീരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ ഡോക്ടർ ഉദയ സുകുമാരൻ, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത രാധാകൃഷ്ണൻ സാർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയ കലാസ്വാദകരെ, അപ്പോൾ 6 കുട്ടികളുടെ നൃത്ത അരങ്ങേറ്റമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആ കുട്ടികൾക്ക് ഭാവിയിൽ എല്ലാവിധ ആശംസകളും ഉണ്ടാകട്ടെ എന്ന് നയിക്കുന്നു. അതുപോലെ ഈ കുട്ടികളെ ഈ രീതിയിൽ പരിശീലിപ്പിച്ച് പ്രാപ്തിയാക്കിയ രുദ്ര സതീശനും കൊല്ലം ജോയ ലുക്കാസ് ഗ്രൂപ്പിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, മാന്യമായ അച്ഛന്മാരെ, അമ്മമാരെ, എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി. ഇന്ന് ഇവിടെ 6 കുഞ്ഞുങ്ങളാണ് അരങ്ങേറ്റം നടത്താതിരിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ഈ നൃത്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്നൊന്നും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. 1-2 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഞാൻ എൻ്റെ കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും 5 വർഷമായി ഞാനത് അഭ്യസിക്കുന്നു. അതുകൊണ്ട് എനിക്കറിയാം ഒരുപാട് കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾ എത്രയോ നേരമായി മേക്കപ്പ് ഇട്ടിരിക്കുന്നതായിരിക്കും.
ആ കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ അരങ്ങേറണം, അതിനുള്ള സന്ദർഭം ഒപ്പിച്ചു കൊടുക്കണം. അപ്പം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. റബേക്ക, ക്രിസ്ബൽ, ഋതു, ഇഷാനി, അഡ്രീന, ഇവരിത്രയുമാണ് അരങ്ങേറ്റ കുട്ടികൾ. വിദ്യാ മോഹൻ ദാസ്, വിദ്യാ മോഹൻ ദാസ്, രാധിക, ഇനി ശ്രീ നടരാജ നൃത്ത വിദ്യാലയ കൊച്ചു കലാകാരികൾ ജുവൽ മറിയ, സിദ്ദിഖ, ജുവൽ മറിയ, സിദ്ദിഖ, നീതിക, കീർത്തന, നീന, ഹവാന, ഈ കുട്ടികളെ നൃത്താധ്യാപികയായ കരിമാലിൽ രുദ്ര സതീശിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഉണ്ടോ? ഋതു, ഇഷാനി, അഡ്രീന, ഋതു, ഇഷാനി, അഡ്രീന, അവരങ്ങോട്ട് ജുവൽ മറിയ, സിദ്ദിഖ, നീതിക, ജുവൽ മറിയ, സിദ്ദിഖ, നീതിക, കീർത്തന, നീന, ഹവാന, അമീറ, നമസ്കാരം. ഈ ഒരു വേളയിൽ ആശംസ അറിയിക്കാനെത്തിയ
വിശിഷ്ട അതിഥികളോടും എൻ്റെ കുഞ്ഞുങ്ങളുടെ അരങ്ങേറ്റത്തിലെത്തിയ എല്ലാ കലാസ്നേഹികളോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമസ്കാരം. അരങ്ങേറ്റ കലാകാരികളെ ഒന്ന് പരിചയപ്പെടുത്താം. തങ്കശ്ശേരിയിൽ പാലമൂട്ടിൽ ഇഗ്നേഷ് സോഫിയ ദമ്പതികളുടെ മകൾ സാൻഡ്ര ഈ കലാകാരിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എവരുടെയും അനുഗ്രഹത്തിനും പ്രോത്സാഹനവുമായി പുന്നത്തല പന്തിരിത്തോപ്പിൽ ഹെലൻ ജോൺ ലതയുടെ മകൾ റബേക്ക അനുഗ്രഹിത കലാകാരിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എവരുടെയും പ്രാർത്ഥനയ്ക്കായി റിഥു TR 48 ഐൽ റോബർട്ട് ബി റുഫീന റോബർട്ട് മകൾ റിഥു അനുഗ്രഹിത കലാകാരിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തങ്കശ്ശേരി ക്രിസ്റ്റൽ ഹൈവൺ ആൽവിൻ നെറ്റു എയ്മി ജോസഫും മകൾ ക്രിസ്ബാൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാവൽ രുക്മിണി ഭവനിൽ ധനേഷിന്റെയും രാഖിയുടെയും മകൾ ഇഷാനി ആ കലാകാരിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏവരുടെയും പ്രാർത്ഥനയ്ക്കായി തങ്കശ്ശേരി ജിബി വില്ലയിൽ ജിബി ഷൈനയുടെയും മകൾ അഡ്രീന ജിബി അനുഗ്രഹിത കലാകാരിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹത്തോടും അരങ്ങേറ്റ നൃത്തസന്ധ്യ ആരംഭിക്കുന്നു. പുഷ്പാഞ്ജലി നൃത്തം. വേദിയിലെത്തുന്നത് സാൻഡ്ര, റബേക്ക, റിഥു, ആഡ്ര, അഡ്രീന, ഇഷാനി, ദിനേശ്, ക്രിസ്റ്റബൽ. അനുഗ്രഹത്തോടും ആശീർവാദത്തോടും അരങ്ങേറ്റ നൃത്തസന്ധ്യ ആരംഭിക്കുന്നു. അനുഗ്രഹിച്ചാലും. जय जय तननत जय जय तननत कुंतरी किट तग गोकुतरी जय जय तननत जय जय तननत कुंतरी किट तग गोकुतरी जय जय तननत जय जय तननत कुंतरी किट तग गोकुतरी जय जयतनन कुतरी किट तग बुकुतरी जयतनन जयतनन कुतरी किट तग बुकुतरी जयतनन जयतनन कुतरी किट तर बुकुतरी जयतनन जयतनन कुतरी किट तग गोकुतरी 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 जौत नौत होत तलाकु तेद तेदक तक तेदक तकुदरी जौत नौत तुंत तलाकु तेद तेदक तक तेदक तकुदरी जौत नौत होत तलाकु तेद तेदक तक तेदक तकुदरी सागत जौत तलाकु गिरदु पितलाकु मणि बदलिन से सागत जोत तलाकु गिरदु पितलाकु मणि बदलिन से सागत जोत तलाकु गिरदु पितलाकु
ಸಹಿತ ಶರಲವಶಸಗಂ ಗಣಪತಿಗೆ ಕೈ ಮೋಗುಲು ಆದ್ಯೋದ ಸಹಿತ ಯರಲವಶಸ ಗಂ ಗಣಪತಿಗೆ ಕೈ ಮೋಗುಲು ವಿಘ್ನ ಮಗ್ನ ನಿಮಗ್ನ ಬರಸ ಗುಣ ಗೌ ಗಣಪತಿಗೆ ನಾ ಪ್ರಣತುಲು ವಿಘ್ನ ಮಗ್ನ ನಿಮಗ್ನ ಬರಸ ಗುಣ ಗೌ ಗಣಪತಿಗೆ ನಾ ಪ್ರಣತುಲು ಗಂ ಗಣಪತಿಗೆ ಪ್ರಣತುಲು ಗೌ ಗಣಪತಿಗೆ ಪ್ರಣತುಲು ಪ್ರಣತುಲು ಪ್ರಣತುಲು. ളം കുതകത തിങ്കിണ തോം താം തൈ തൈയും തത്താം കിടതകത തൈ തൈയും തത്താം കിടതകത തീതാം കിടതകതൈ തൈ കിടതകത തീതാം കിടതകതൈ തൈ കിടതകത
வெள்ளை தாமரையில் வீற்றிருக்கும் வெள்ளை தாமரையில் வீற்றிருக்கும் வெண்மதி முகம் கொண்ட கலைமகளே. 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 வெள்ளை தாமரையில் வீற்றிருக்கும் வெண்மதி முகம் கொண்ட வெள்ளை தாமரையில் வீற்றிருக்கும் வெண்மதி முகம் கொண்ட கலைமகளே. வீணக்குள் ஞானியே குடியிருத்தானி வீணா பாணியனும் புகழ் கொண்ட வாணியே. வீணக்குள் ஞானியை குடியிருத்தானி வீணா பாணியனும் புகழ் கொண்ட வாணியே. வீணக்குள் ஞானியே குடியிருத்தானி வீணா பாணியனும் புகழ் கொண்ட வாணியே. வீணக்குள் ஞானியே குடியிருத்தானி வீணா பாணியனும் புகழ் கொண்ட
പാണിയനും പുകൾ കൊണ്ട വാണിയെ വീണകുഴാളിയെ കുടിയിരുത്താനേ വീണ പാണിയനും പുകൾ കൊണ്ട വാണിയെ വീണകുഴാളിയെ കുടിയിരുത്താനേ വീണ പാണിയനും പുകൾ കൊണ്ട വാണിയെ വീണകുഴാളിയെ കുടിയിരുത്താനേ വീണ പാണിയനും പുകൾ കൊണ്ട വാണിയെ അറുപത്തിനാലുകൾ കലൈകൾ കുമാരം നീയേ കടകൾ പാറായോ സതിമ 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 പദ നിസ പാധമ പാധ സ സതി സരിമ പാമരി സരി സനീത പാവമഹപമരിമ പദ വരദേ ശാരദേ സകല കലാ വിശാരദേ പുസ്തകം വീണയും ജപമാലയും ഏതും നായകിയേ ഹംസവാഹിനിയേ വെള്ളை താമരയിൽ വീട്ടിരിക്കും സകല കലാനിധിയേ സത്യലോക നിവാസിനിയേ തായേ 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 സകല കലാനിധിയേ സത്യലോക നിവാസിനിയേ സാനിധ പാമരി സരി മാ പാദ സാരി സനിധ പമ പീരമൻ മുഖ തുതിത ഭാരതിയേ തായേ സകല കലാനിധിയേ സത്യലോക നിവാസിനിയേ തായേ സകല കലാനിധിയേ സത്യലോക നിവാസിനിയേ നിധ സാരി നീധ പമ പദ പമാരി സരി സരി മാ പദമ പദ സരി മരി ത്രിസ ത്രിസ നിധ പദ സാ ദസ ത്രിസ നിധ പമ നദിയായി തിരുപ്പവളും മതിയെ നിറൈപ്പവളും ഉടലിൽ കുടിയിരുന്ന നല്ലോസെ കരുൾപ്പവളും നീയേ സരസ്വതിയേ സകല കലാനിധിയേ സത്യലോക നിവാസിനിയേ തായേ സകല കലാനിധിയേ കലാനിധിയേ
sa ga sa da ma ga sa ni sa ni sa ga ma da ni sa ga sa da ma ga sa ni sa ni sa ga ma da ni sa ga sa da ma ga sa ni sa. Ni
ని ద గమ గమ ని ద గమ పద ద ని సా ని స గ గ స ని ద గమ గమ ని ద మ గమ పద ద ని స గ స ని ద ని ద ని ని స ని ద ని ద మ గమ ని ద మ గమ గ ద గమ ద ని స ma ga ma ga 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 ni da ma ga ni da sa ma ga ma ga ma ga sa ga ni da ma ga ni da sa ga sa ni pa ni da ma ni da ma ta ni sa ni da ma Magasa, Samadani, Gasada, Magamagasa, Samadani, Gasada, Magamagasa, Nisagamadani, ಜನ ಸಕಲ ಸುರಾಸುರ ಸನ್ನುತ ಪಾದ ಕಿಂಗಿಣಿ ಜಂ ಜಂ ತಡವನ ಮುನಿ ಜನ ಸಕಲ ಸುರಾಸುರ ಸನ್ನುತ ಪಾದ ಕಿಂಗಿಣಿ ಜಂ ಜಂ ಘನ 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 ನೂಪುರ ಲಯಕ ಘನ 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 ದಿಪ್ಪಿ ಹರಿ ಸೇವಿತ ಘನ 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 ನೂಪುರ ಲಯ ಗರಿ ಘನ 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 ಇದಿ ಹರಿ ಸೇವಿದ ತಕ್ಕಿಡ ಗಿಡದಗ ತರಿ ಗಿಡ ಗಿಡದಗ ತಾಂ ತಾಂ ತಂದೆ ಕಿಟ ಕಿಟ ತಕ ತರಿ ಕಿಟ ಕಿಟ ತಕ ತಾಂಡ ವಿಧಂಬರ ದಿಕ್ಕಿಟ ಕಿಟ ತಕ ದಿನ ಕಿಟ ಕಿಟ ತಕ ವ್ಯಾಘ್ರ ಜನ್ಮದ ಸೋಂ ಕಿಟ ಕಿಟ ತಕ ನನ ಕಿಟ ಕಿಟ ತಕ ಶೂಲಧರ ನಂ ಕಿಟ ಕಿಟ ತಕ ನನ ಕಿಟ ಕಿಟ ತಕ ನಂದಿ ವಾಹನ ತಕ್ಕಿಡ ಗಿಡದಗ ತರಿ ಗಿಡ ಗಿಡದಗ ತಾಂಡ ವಿಲಂಬರ ದಿಕ್ಕಿಡ ಗಿಡದಗ ದಿನ ಗಿಡ ಗಿಡದಗ ವ್ಯಾಘ್ರ ಚರ್ಮದರ ಸೋಂಕಿಡ ಗಿಡದಗ ದನ ಗಿಡ ಗಿಡದಗ ತ್ರಿಶೂಲಧರ ನಂ ಗಿಡ ಗಿಡದಗ ದನ ಗಿಡ ಗಿಡದಗ ನಂದಿ ವಾಗನ ನಾದ ಯೋಗ
പ്രിയ ജഗണം കിടതഗണഗണം കിടതക കിടതക തത്തീങ്കി ജഗണം കിടതഗണഗണം കിടതക ജഗണക തീങ്കി നാദയോഗ പ്രിയ ജഗണം കിടതഗണഗണം കിടതക ജഗണം കിടതക തീന്തി ജഗണം കിടതഗണഗണം കിടതക കിടതക തത്തീങ്കി ജയ 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 ശശിരവിഭൂഷണ रूपभयङ्कर डमरुगहस्त जय 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 शशिरविभूषण रूपभयङ्कर डमरुगहस्त तृतीय सहस्रदीक्षितनाद नडेश कौत्वं अगदगदा दिगिदिगिदे तृतीय सहस्रदीक्षितनाद नडेश कौत्वं अगदगदा दिगिदिगिदे ताको दीको ताकीटे तुम गिडगिडदगिदी धिंकिडदो 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 तततां 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 चारुशीले अंगनामाय मौलिमणि तिंगळासे चारुशीले नागवल्ली मनोमणि രാമനാഥൻ തേടും വാലേ മാണിക്യവാസക മൊഴികൾ നൽകി ദേവി മാണിക്യവാസക മൊഴികൾ നൽകി ദേവി ഇളം കോടികൾ ചിലമ്പും
ബഹുമാന്യരെ, ഈ ചെറിയ കുട്ടികളുടെ ഈ നൃത്തത്തിൻ്റെ അരങ്ങേറ്റത്തിൽ ഒരു ആശംസ അർപ്പിക്കാൻ ഒരു അവസരം ലഭിക്കുകയെന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു സംഗതിയാണ്. എൻ്റെ ആ സന്തോഷം ഞാനിവിടെ നന്ദിയായി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ കുട്ടികളുടെയൊക്കെ പഠന ഭാരമെന്ന് പറയുന്നത് വളരെ 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഒരു വിവര വിസ്ഫോടനത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ്. കൂടുതൽ അറിവിൻ്റെ ആ ഒരു അതിരും അതിൻ്റെ വ്യാപ്തിയുമൊക്കെ വർദ്ധിച്ചു വരികയാണ്. സ്വാഭാവികമായിട്ടും കുട്ടികളുടെ പഠനഭാരം, അതിൻ്റെ സിലബസിൻ്റെ ആ കാഠിന്യം ഓരോ വർഷം കഴിയുന്നതോറും കൂടി വരികയാണ്. മുൻപൊക്കെ നമ്മളുടെയൊക്കെ കാലത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പലപ്പോഴും +2 ലെവലിലൊക്കെ പഠിക്കുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ വലിയ പഠനഭാരമാണ് കുട്ടികൾക്കുള്ളത്. അതിനിടയ്ക്ക് മിക്ക സ്കൂളുകളിലും അവരുടെ കലാപ്രവർത്തനത്തിനൊക്കെ ഒരു അവസരം കിട്ടുന്നുവെന്നുള്ളത് വളരെ സന്തോഷമാണ്. അതിൽ തന്നെ ഈ കലയെ വളരെ ഗൗരവമായിട്ട് കണ്ട് അതിലൊരു അഭ്യസനം നടത്താൻ, ഔപചാരികമായി തന്നെ അതിനകത്തൊരു കലയിൽ പരിശീലനം നടത്താൻ കുട്ടികൾ സമയം കണ്ടെത്തുന്നത് വളരെ സന്തോഷകരമാണ്. തീർച്ചയായിട്ടും അവരുടെ ഈ കലയെന്ന് പറയുന്നത് സർഗാത്മകതയുമായിട്ട് ഒരു ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സംഗതിയാണ്. തീർച്ചയായിട്ടും ഈ കല അഭ്യസിക്കുന്നത്, ഏത് കലയുടെ അഭ്യസനവും അവരുടെ ക്രിയേറ്റിവിറ്റി, സർഗാത്മകതയൊക്കെ പരിപോഷിപ്പിക്കും. അത് അവരുടെ തുടർന്നുള്ള ഭാവി ജീവിതത്തിനും അവരുടെ മെയിനായിട്ടുള്ള ആ പഠനത്തിനും സിലബസ് അനുസരിച്ചുള്ള പഠനത്തിനുമൊക്കെ അവരെ കൂടുതൽ പ്രാപ്തരാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വേദിയിൽ ഈ കല അഭ്യസിക്കുക എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും കലാ അഭ്യസനമെന്ന് പറയുന്നത് ഒരു തെറ്റ് വരുത്തുക, അത് ശരിപ്പെടുത്തുക, മെച്ചപ്പെടുത്തുക, അങ്ങനെ പരിപൂർണതയിൽ എത്തിക്കുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് കല എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഈ ചെറിയ ആ ഒരു തെറ്റുകൾ വരുത്തുക, അതിനെ മെച്ചപ്പെടുത്തുക, അതവരുടെ മെയിൻ സിലബസിലെ പഠനത്തിനും തീർച്ചയായിട്ടും അത് അവരെ സഹായിക്കും. ഇന്ന് ഇവിടെ അരങ്ങേറ്റം നടത്തിയ എല്ലാ കുട്ടികൾക്കും അവർ ഈ നൃത്തത്തിൻ്റെ ആ മേഖലയിൽ അവർക്ക് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാനാകട്ടെ എന്നും, അവരുടെ ഏത് മേഖലയിലാണ് അവർ വ്യാപരിക്കുന്നതെങ്കിലും ആ മേഖലയിലുള്ള അവരുടെ സ്കില്ലുകളെ പരിപോഷിപ്പിക്കാൻ ഈ അഭ്യസനം അവരെ സഹായിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
മധുര മധുര വേണുഗീതം 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 മോഹ മദന കുസുമ സുകുമാരം മധുര മധുര വേണുഗീതം മോഹ മദന കുസുമ സുകുമാരം മധുര മധുര വേണുഗീതം മൃദുതര പല്ലവ പദകര യുഗവര മൃദുതര പല്ലവ പദകര യുഗവര മുദിത മനോഹര മോഹന ഗിരിധര മുദിത മനോഹര മോഹന ഗിരിധര മധുര മധുര വേണുഗീതം മോഹ മദന കുസുമ സുകുമാര മധുര മധുര വേണുഗീതം ബഹുവിധ കളഭ കസ്തൂരി തിലക ഗന്ധം ബഹുവിധ കളഭ കസ്തൂരി തിലക ഗന്ധം ബഹുവിധ കളഭ കസ്തൂരി തിലക ഗന്ധം സുഗന്ധം സമം സമാഗമ കുഗു കുഗു ഇഹിവിധ കോകില കളരവ ഉചിത വൃന്ദ വരദന കുഗു കുഗു ഇഹിവിധ കോകില കളരവ ഉചിത വൃന്ദാവന സദന മഹേന്ദ്ര നീലദ്യുതി കോമളാംഗ മൃദു മന്ദഹാസവദന മഹേന്ദ്ര നീലദ്യുതി കോമളാംഗ മൃദു മന്ദഹാസവദന ചന്ദ്ര സൂര്യ നയന നാഗേന്ദ്ര ശയന രമണ ചന്ദ്ര സൂര്യ നയന നാഗേന്ദ്ര ശയന രമണ തക്കുതി കുതി തൈ തജം തക തക തജം തജം തക്കുതി കുതി തൈ തജം തക തക തജം തജം രിനാരി സതണം തക്കിട്ട സരിമ പാമി തത്തി തളാങ്കു തകജം തകരി തളാങ്കു തകജം തകരി തളാങ്കു തകജം മധുര മധുര വേണുഗീതം മോഹ മദന കുസുമ സുകുമാര മധുര മധുര വേണുഗീതം മോഹ മദന കുസുമ സുകുമാര മധുര മധുര വേണുഗീതം
महाकाली महाकन्या सरस्वती दशाष्टकभुजा देवी शुम्भासुरनिबर्हणि महिषासुरमर्दिनी महाप्रलयसाक्षिणी प्रसीद प्रसीद प्रसीद